ഈ കൊടിസുനിക്ക് എസ്കോർട്ട് പോയ 3 പോലീസുകാരുടെ സസ്പെൻഷൻ വന്നു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ മദ്യം എത്തിച്ചു നൽകുന്നു എന്നടക്കമുള്ള നിരവധി കാര്യങ്ങൾ പുറത്തു വരികയാണ്. പരോൾ അനുവദിക്കുന്ന കാര്യത്തിലൊക്കെ അനിശ്ചിതത്വം നിലനിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ജയിലിനുള്ളിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും പുറം ലോകത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഗോവിന്ദചാമി ജയിലിൽ ചാടിയത് തൊട്ടാണ് ഇത്തരത്തിലുള്ള കൂടുതൽ വിഷയങ്ങൾ വരുന്നത്. ഷെറിനൊക്കെ പരോൾ ലഭിച്ച് ഒരുപാട് നാൾ നാട്ടിൽ കറങ്ങി നടന്നു. അതോടൊപ്പം തന്നെ ജയിലിൽ വന്ന ശേഷം ജയിലിൽ നിന്ന് പുറത്ത് കൊണ്ടുപോയി കറങ്ങാനൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ ജയിലിനുള്ളിൽ നടക്കുന്നത് മൊത്തം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണോ? ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വാർത്ത കണ്ണൂർ ജയിലിൽ നിന്ന് തന്നെയാണ്. കണ്ണൂർ ജയിലിൽ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ജയിലിൽ കിടക്കുന്ന കൊടിസുനി കഴിഞ്ഞ ദിവസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തലശ്ശേരി കോടതിയിലേക്ക് ഹാജരാക്കാൻ കൊണ്ടുപോകായിരുന്നു. 3 പോലീസുകാരാണ് എസ്കോർട്ട് പോയത്. അതിനിടയിൽ ബാറിൽ നിന്ന് കൊടിസുനിക്ക് മദ്യം വാങ്ങി നൽകി വേറൊരാൾ. പോലീസ് എതിർത്തില്ല. പോലീസ് അത് കണ്ടില്ല എന്നുള്ള രീതിയിൽ ഇരുന്ന് കൊടുത്തു. പക്ഷേ ഇതാരോ ഒരാൾ പരാതിയായിട്ട് സിറ്റി പോലീസ് കമ്മീഷണറുടെ അടുത്ത് എത്തി. സിറ്റി പോലീസ് കമ്മീഷണർ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് ഒന്നും ചോദിച്ചില്ല. സിറ്റി പോലീസ് കമ്മീഷണർ സമാന്തരമായിട്ടൊരു അന്വേഷണം നടത്തി. ആ അന്വേഷണം നടത്തിയ സമയത്ത് CCTV വിഷ്വൽസൊക്കെ എടുത്തപ്പോൾ സംഭവം ശരിയാണ്. കൊടിസുനിക്ക് വേറൊരാൾ മദ്യം വാങ്ങി നൽകുന്നുണ്ട്. 3 പോലീസുകാർ ഉള്ള സമയത്ത് തന്നെയാണ് മദ്യം വാങ്ങി നൽകുന്നത്. അതായത് എസ്കോർട്ട് പോലീസ് ഉള്ള സമയത്ത് തന്നെ മദ്യം വാങ്ങി നൽകുന്നു. പോലീസ് അത് എതിർത്തില്ല. കൊടിസുനിക്ക് യഥേഷ്ടം മദ്യം ഉപയോഗിക്കാനും അത് ജയിലിലേക്ക് കൊണ്ടുപോകാനും സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞ് ഈ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് കിട്ടിയതിൻ്റെ തൊട്ടടുത്ത നിമിഷം തന്നെ ഈ 3 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്ര ജയിൽ സുരക്ഷിതമാണ് അല്ലെങ്കിൽ ജയിലിൽ പീഡനമാണ് എങ്ങനെ പറയുകയാണെങ്കിൽ തന്നെയും ഇതുപോലുള്ള ചെറിയ ആളുകൾക്ക് അവർക്ക് യഥേഷ്ടം സഞ്ചരിക്കാനും അവരുടെ പുറത്തിറങ്ങിയിട്ടാകുമ്പോൾ അവർക്ക് എന്തൊക്കെ ചെയ്യാവോ ആ സൗകര്യങ്ങളെല്ലാം ജയിലിനകത്തും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഈ അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ 10ാം നമ്പർ ബ്ലോക്കിൽ നിന്നാണ് ഗോവിന്ദചാമി ചാടി പുറത്തു പോയത്. ഗോവിന്ദചാമി ചാടി പുറത്തു പോകാൻ വേണ്ടിയിട്ട് ആ മനുഷ്യൻ അത്രയും നാൾ നടത്തിയ എന്താ പറയുക ഒരു മുന്നൊരുക്കങ്ങളുണ്ട്. ആ മുന്നൊരുക്കങ്ങൾ കണ്ടെത്താൻ അവിടുത്തെ ജയിൽ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ വലിയ വീഴ്ചയാണ്. ഗോവിന്ദചാമി 3 നേരവും ചപ്പാത്തി കഴിക്കുന്നു. 10 മാസം കൊണ്ടാണ് അയാൾ 19 കിലോ കുറച്ചത്. അത് മാത്രമല്ല, ഇത്രയും മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ട് പോലും അറിഞ്ഞില്ല. ഉപ്പ് കൊണ്ടുവന്ന് സെല്ലിൽ തേച്ച് പിടിപ്പിക്കുന്നു, ആക്സോ ബ്ലേഡ് വെച്ച് അറക്കുന്നു, അത് കഴിഞ്ഞിട്ട് അത് ഒട്ടിച്ചു വെക്കുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇയാൾ ഈ സമയം കൊണ്ട് ചെയ്ത് തീർത്തു. അതായത് ഓരോ മഴ പെയ്യുമ്പോഴും ആക്സോ ബ്ലേഡ് വെച്ച് അറക്കുകയാണ് ഇവിടെ. ഈ ജയിലിൻ്റെ സംവിധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വന്നിട്ട് അതായത് ഇവർ ഇതിനകത്തേക്ക് കയറ്റുമ്പോഴും ഇതിനകത്ത് രാവിലെ ഇറക്കുന്നതിന് മുമ്പും ഒരു കണക്കെടുക്കലുണ്ട്. അപ്പോൾ ഈ രാവിലെ ഇറക്കുന്നതിന് മുമ്പുള്ള കണക്കെടുപ്പൊക്കെ വെറും പേരിന് മാത്രമാണ്, പ്രഹസനമാണ്. കാരണം ഇതിനകത്തേക്ക് കയറ്റുമ്പോൾ ഉള്ളവരുടെ ലിസ്റ്റൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഈ കണക്കെടുപ്പൊക്കെ നടത്തുന്നത്. ഈ ഗോവിന്ദചാമി ജയിലിൽ ചാടിയതിന് ശേഷം ഇവരെടുത്ത കണക്കെടുപ്പിലും ഗോവിന്ദചാമി ജയിലിനകത്തുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ നോക്കുമ്പോൾ എന്തോ ഒരു സാധനം അവിടെ കിടക്കുന്ന രീതിയിൽ കണ്ടു എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം ഈ ജയിലിൻ്റെ മുകൾ ഭാഗത്തോടെ ഇങ്ങനെ തട്ടി അങ്ങ് പോവുകയാണ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും താഴെ ഭാഗത്താണ് ഗോവിന്ദചാമി ഈ ആക്സോ ബ്ലേഡ് വെച്ചിട്ട് അറുത്ത് ഗോവിന്ദചാമിക്ക് പുറത്തിറങ്ങാനുള്ള വഴി ഉണ്ടാക്കിയത്. 1 ദിവസം 2 ദിവസം കൊണ്ടല്ല, 1.5 മാസം എടുത്തു ആ സാധനം പതുക്കെ അറുത്ത് ഉപ്പ് വെച്ച് ദ്രവിച്ച് അയാൾക്ക് പുറത്തേക്ക് പോകാനുള്ള ഒരു വഴി ഉണ്ടാക്കിയത്. ആദ്യം തല പുറത്തേക്ക് കൊണ്ടുപോയി, പിന്നീട് ഊർന്ന് ഇറങ്ങി, അങ്ങനെയാണ് അയാൾ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ താഴ്ഭാഗങ്ങളിൽ ഈ ജയിലിലെ എല്ലാവരും ചെയ്യുന്നൊരു പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ നൂല് വെച്ച് കയറ് വെച്ച് കെട്ടുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പോൾ എന്താ സംഭവം വെച്ചാൽ പൂച്ച കയറാതിരിക്കാനുള്ളതെന്നാണ് ഇവരുടെ ന്യായം. സ്വാഭാവികമായിട്ടും ശരിയാണ്, അവിടെ പൂച്ചകളുണ്ട്. അപ്പോൾ പൂച്ചകൾ താഴെ കൂടെ കയറണ്ട എന്ന് കരുതിയിട്ട് താഴത്തെ കുറച്ച് ഭാഗങ്ങളിൽ ഇതുപോലെ കെട്ടിവെക്കുന്നൊരു സ്വഭാവമുണ്ട്. അപ്പം ഇത് ഇയാൾക്ക് ഗുണകരമായി. ഇയാൾ ഈ കമ്പി അറുത്തറുത്ത് കഴിയുമ്പം കെട്ടിയങ്ങ് വെക്കും, വീണ്ടും അറക്കും, കെട്ടിവെക്കും. അപ്പോൾ ആർക്കും സംശയം തോന്നേണ്ട കാര്യം വരുന്നില്ല. ആരും അവിടെ തട്ടി നോക്കുന്നുമില്ല ഇത് ഇളകുന്നുണ്ടോ എന്ന കാര്യങ്ങളൊന്നും. ഗോവിന്ദചാമിയെ സംബന്ധിച്ചിടത്തോളം ഗോവിന്ദചാമി അതിനുവേണ്ടി നടത്തിയ പ്രിപ്പറേഷൻസ്, ആ ഡെഡിക്കേഷൻസ് നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല. ഒരു മനുഷ്യന് എങ്ങനെയാണ് ഇങ്ങനെ ചപ്പാത്തി മാത്രം 3 നേരവും ചപ്പാത്തിയും വെള്ളവും മാത്രം കഴിച്ചിട്ട് ഇത് വണ്ണം കുറയ്ക്കാൻ വേണ്ടി സാധിക്കുന്നതെന്നുള്ളത്. പിന്നെ ഡോക്ടർമാർ പറഞ്ഞിട്ടാണ് ഈ ചപ്പാത്തി മാത്രം കഴിക്കാൻ തീരുമാനം എടുത്തതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തീരുമാനം ഒരു ഡോക്ടറും അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല. പിന്നെ ജയിലിൽ പോലും അങ്ങനെയൊക്കെ നിർദ്ദേശം കൊടുക്കാൻ തക്കവണ്ണമുള്ള പ്രശ്നങ്ങൾ അതിനകത്തില്ലല്ലോ. അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. ഇത് ഒറ്റ കൈയുള്ള ഇയാൾക്ക് ഇത്രയും വലിയ ഒരു ജയിലിൻ്റെ പൊക്കത്തിലേക്ക് വലിഞ്ഞു പിടിച്ച് കയറാനും അതിൽ ചാടാനും
തുണി ഉപയോഗിച്ച് കെട്ടി കയറി പോകാനും ഒക്കെ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഗോവിന്ദസ്വാമി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ആ. അത് ഒരു ഡോക്ടർ, അതായത് ഈ ഗോവിന്ദസ്വാമി ഈ കേസിൽ ഉൾപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു ഡോക്ടർ ഇവരെ അതിവിശദമായിട്ട് പരിശോധിച്ചിരുന്നു. ആ പരിശോധന നടത്തിയതിന് ശേഷം ആ ഡോക്ടർ അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ ഒരു കാരണവശാലും ഇയാൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇയാൾക്കൊരു കൈപ്പത്തി ഇല്ലെങ്കിൽ പോലും 2 കൈയുള്ള ആളുകൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സ്പീഡോടെയും കൂടുതൽ കൃത്യതയോടെയും ചെയ്യാൻ ഇയാൾക്ക് സാധിക്കും. അത് നിങ്ങൾ ഓർത്തു വെക്കണം എന്ന് പോലീസുകാരോട് അന്ന് ആ ഡോക്ടർ പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഇയാൾ ഒറ്റ കൈയിലാണ് വലിഞ്ഞു കയറി മേളിൽ പോയത്. നമ്മൾ ചിന്തിച്ചു നോക്കണം, 2 പേര് വിചാരിച്ചു കഴിഞ്ഞാൽ മേളിൽ കയറാൻ പറ്റില്ല, അത്രയും ഹൈറ്റുള്ള ഒരു സാധനത്തിലാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കണ്ണൂർ ജയിലിനകത്ത് ഈ പറയുന്ന എല്ലാവിധ ക്രിമിനലുകൾക്കും ഏത് വിധത്തിൽ വേണമെങ്കിലും അവർക്ക് യഥേഷ്ടം സഞ്ചരിക്കാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ആരുമായും കോണ്ടാക്ട് ചെയ്യാനുമുള്ള സംവിധാനങ്ങളുണ്ട് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അതാണ് ഇപ്പം ഏറ്റവും ഒടുവിലായിട്ട് വന്ന കൊടിസുനിക്ക് അവിടെ ഈ പറഞ്ഞതുപോലെ അയാൾക്ക് യഥേഷ്ടം മദ്യപിക്കാനുള്ള സൗകര്യങ്ങൾ പോലീസുകാർ തന്നെ ചെയ്തു കൊടുത്തു എന്നറിയുന്നത്. ശരിയായിരിക്കാം, പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കോടതി ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് ഇതേപോലെ ഇഷ്ടം പോലെ പരോളിലിറങ്ങാൻ സാധിക്കുക, ഇഷ്ടം പോലെ മദ്യപിക്കാൻ സാധിക്കുക, ഇഷ്ടം പോലെ ഫോൺ വിളിക്കാൻ സാധിക്കുക. അങ്ങനെയാണ് പിന്നെ അയാളെ ജയിലിലിടേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ, പുറത്തു വിട്ടാൽ പോരെ. അപ്പോൾ കോടതി ഉത്തരവിൽ ജയിലിൽ കഴിയുന്ന പല ക്രിമിനലുകൾക്കും ഇത്തരത്തിൽ യഥേഷ്ടം സഞ്ചരിക്കാനും അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനും ഏത് ജീവിത സാഹചര്യത്തിൽ ജീവിക്കാനുമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ചില പോലീസുകാരെങ്കിലും കണ്ണൂരിലുണ്ട് എന്ന് മനസ്സിലാകും. നമ്മൾ ഈ ഗോവിന്ദസ്വാമിയുടെ വിഷയത്തിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ, ഗോവിന്ദസ്വാമിയുടെ ഈ ജയിൽ ചാട്ടം കഴിഞ്ഞതിന് ശേഷം അന്ന് രാത്രിയിലുണ്ടായ 3 വാർഡന്മാരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഈ 3 വാർഡന്മാരെ മാത്രമല്ല, ഈ 3 വാർഡന്മാർ അന്ന് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആളുകൾക്ക് ഈ ഹാക്സോ ബ്ലേഡ് വെച്ചിട്ട് ഇത് അർത്ഥത് കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? ഗോവിന്ദസ്വാമി ഈ ഭക്ഷണം ക്രമീകരിക്കുന്ന സമയത്ത് ഇതെന്തിന് ക്രമീകരിക്കുന്നു എന്നുള്ള മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാതെ പോയ പോലീസുകാർക്ക്. ഏത് ഡോക്ടർ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറുടെ കുറിപ്പുണ്ടോ? അത് മാത്രമല്ല, അയാളുടെ രൂപം തന്നെ എന്തുമാത്രം മാറി. അപ്പൊ തന്നെ അത് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അത്രയധികം എനിക്ക് തോന്നുന്നു ആടുജീവിതത്തിന് വേണ്ടി പൃഥ്വിരാജ് പോലും ഇത്രയും ഇത് ചെയ്തിട്ടുണ്ടാവില്ല. ആ രീതിയിൽ ശരീരം മെലിഞ്ഞു, താടി വളർത്തി. അപ്പൊ തന്നെ അത് സംശയിക്കാവുന്ന എല്ലാ ഇതുമുണ്ട്. അത് മാത്രമല്ല, ഈ തുണികളൊക്കെ സാധാരണ രീതിയിൽ കൊടുക്കാറില്ല ഈ പ്രതികൾക്കൊക്കെ, കാരണം തൂങ്ങി മരിക്കും എന്നൊക്കെ ഉള്ളതുകൊണ്ട്. അതോടൊപ്പം ഹാക്സോ ബ്ലേഡ് പോലും സ്വന്തമാക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഈ കൊടിസുനിയുടെയൊക്കെ വിഷയത്തിൽ ഈ കൊടിസുനിക്കൊക്കെ അവിടെ ഫോൺ യഥേഷ്ടം ഉപയോഗിക്കാൻ കഴിയുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ആഹാരം ഇവർക്ക് പ്രത്യേക മെനു ഒക്കെയാണ് കൊടിസുനിക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. മട്ടനൊക്കെ മിക്ക ദിവസങ്ങളിലും ലഭിക്കുന്നു എന്ന രീതിയിലാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ പല വാർത്തകളും കണ്ണൂർ സെൻട്രൽ ജയിലിനെ സംബന്ധിച്ചിടത്തോളം പുറത്തു വരുന്നുണ്ട്. നേരത്തെ ഈ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ ചില പ്രതികളെ ഈ വിയ്യൂർ ജയിലിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. അപ്പം അതിനുണ്ടായിരുന്ന പ്രധാന കാരണവും ഇത് തന്നെയാണ്. അവിടെ അവർക്ക് യഥേഷ്ടം ഫോൺ വിളിക്കാനും നമ്മളൊരു ട്രിപ്പ് പോയ പോലെ ഒരു അറ്റ്മോസ്ഫിയറിൽ അവർക്ക് അവിടെ ജീവിക്കാൻ സാധിക്കുന്നു, അവരെല്ലാം നിയന്ത്രിക്കുന്നു, അവർ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അന്നത്തെ സാഹചര്യത്തിൽ കുറച്ച് ആളുകളെ ഇവർ ഒരുമിച്ച് വേണ്ട എന്ന് പറഞ്ഞ് കുറച്ച് പേരെ കണ്ണൂരിൽ നിന്ന് വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ഇപ്പം ഗോവിന്ദസ്വാമിയും വിയ്യൂർ സെൻട്രൽ ജയിലിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ കേസുകളിൽ പെട്ട് ജയിലിൽ കഴിയുന്നവരാണെങ്കിൽ പോലും അവർക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കൃത്യമായിട്ട് അവർക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന പോലീസുകാരുണ്ട്. അവർക്കെതിരെയും കൂടി നടപടികൾ ഉണ്ടാകണം എന്നാണ് ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.